السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് ഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ഉറുമ്പ് മുതൽ മലക്കുകൾ ഉന്നതരായ സൃഷ്ടിയിലേറ്റവും വലിപ്പമുള്ള ജിബ്രീൽ അലൈഹിസ്സലാം വരെ, ഒരു മണൽത്തരി മുതൽ ഒരു പർവ്വതം വരെ, ജലത്തിൻ്റെ ഒരു തുള്ളി മുതൽ സമുദ്രം വരെ, ഭൂമിയുടെ അടിത്തട്ടിലുള്ള ഒരു ചെറിയ സൃഷ്ടി മുതൽ അള്ളാഹുവിൻ്റെ അർശ് വരെ മുഴുവൻ സൃഷ്ടികളും ഇതിനെ സൃഷ്ടിച്ചവൻ ഏകനായ അള്ളാഹു മാത്രമാണ്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ. എല്ലാ സൃഷ്ടികളുടെയും ഉടമസ്ഥൻ, അതിനെ സൃഷ്ടിച്ചവൻ ഖാലിഖ് അള്ളാഹു, അവൻ മാത്രമാണ്. ഈ വസ്തുക്കളെല്ലാം അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അവൻ്റെ സൃഷ്ടികൾ ഉന്നതരായ മനുഷ്യർക്ക് വേണ്ടിയാണ്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് അദ്ദുനിയ ഖുലിഖത് ലക്കും. ഈ ആയത്തുകളിലും ഹദീസിലുമെല്ലാം നമുക്ക് നൽകുന്ന പാഠങ്ങൾ, ദുനിയാവും ഈ ആകാശവും ഈ ഭൂമിയും ഇതിൻ്റെ മുകളിലും താഴെയും എന്തെല്ലാം സൃഷ്ടികളുണ്ടോ അതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. അഷ്റഫുൽ ഇദാ നബി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം എഴുതുന്നുണ്ട്, ലോകത്തിന് വസ്തുവും ഒരു സൃഷ്ടിയും നിലനിൽക്കാൻ മനുഷ്യൻ്റെ ആവശ്യമേ ഇല്ല. മനുഷ്യനുണ്ടായാലേ സൃഷ്ടികൾ ബാക്കിയാവുക, നിലനിൽക്കൂ എന്നൊരു നിർബന്ധവുമില്ല. സൂര്യൻ ഉദിക്കാനും അത് അസ്തമിക്കാനും മനുഷ്യൻ്റെ ആവശ്യമില്ല. ഭൂമിയിൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും മനുഷ്യൻ്റെ ആവശ്യമില്ല. ലോകത്ത് എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ സഞ്ചാരങ്ങൾക്കും മനുഷ്യൻ്റെ ഒരാവശ്യവുമില്ല. എന്നാൽ മനുഷ്യർ അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളിലേക്കും ആവശ്യക്കാരാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ചെറിയൊരു സൃഷ്ടി പോലും അത് നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ ജീവിതത്തിനും ആവശ്യമാണ്. വെറുതെ ഒന്നിനെയും അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ല, എല്ലാം മനുഷ്യൻ്റെ സേവനത്തിനായി സൃഷ്ടിച്ചതാണ്. ഉദാഹരണമായി ഒരു തേനീച്ച, ജീവജാലങ്ങൾ ഒരു ചെറിയ ജീവിയാണ്, ഒരു സമൂഹമാണ്. പക്ഷെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്, ആ തേനീച്ച ഭൂമിയിൽ അത് മാത്രം ഇല്ലാതായാൽ സസ്യങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ള പരാഗണം ഇല്ലാതാകും.
അതില്ലാതായാൽ സസ്യങ്ങൾ മുളയ്ക്കാതാകും. സസ്യങ്ങൾ മുളയ്ക്കാതായാൽ മൃഗജന്തുക്കൾ ജീവിത പ്രയാസത്തിലാകും. മൃഗങ്ങൾ ഇല്ലാതായാൽ മനുഷ്യന്റെ നിലനിൽപ്പ് പ്രയാസമാണ്. സൃഷ്ടികളില്ലാതെ മനുഷ്യന്റെ ജീവിതം പ്രയാസമാണ്. മനുഷ്യനില്ലാതെ ഭൂമിയിൽ എല്ലാ സൃഷ്ടികളും നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ഈ സൃഷ്ടികൾ, അള്ളാഹു എന്തെല്ലാം വസ്തുക്കൾ സൃഷ്ടിച്ചിട്ടുണ്ടോ അതൊന്നും സ്വയമായി മനുഷ്യർക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല, ഉപദ്രവവും ചെയ്യുകയില്ല. അതിൽ നിന്നുണ്ടാകുന്ന ഉപകാരങ്ങളാകട്ടെ, ഉപദ്രവമാകട്ടെ, ലാഭമാകട്ടെ, നഷ്ടമാകട്ടെ, പ്രയോജനമാകട്ടെ, എന്തെല്ലാം അതിൽ നിന്നുണ്ടാകുന്നു അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. കാരണം അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിൻ്റെ ഹുക്മിന്, അവൻ്റെ വിധിക്കും തീരുമാനത്തിനും താബിയാണ്, അതിനെ പിൻപറ്റുന്നതാണ്. ഉദാഹരണം, ഒരു കാറ്റ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, വലിയൊരു നിഅമത്താണ്. കാറ്റിനെ നിയന്ത്രിക്കുന്നവൻ, അതിനെ ഭൂമിയിലേക്ക് അയക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ്. ഭൂമിയിൽ കാറ്റില്ല എങ്കിൽ ഈ ഭൂമി ദുർഗന്ധം കൊണ്ട് നിറയുമായിരുന്നു. മനുഷ്യന് ജീവിക്കൽ പ്രയാസമാണ്. കാറ്റടിച്ച് വീശാതായാൽ ചെടികൾക്കിടയിൽ പരസ്പരം പരാഗണം പ്രയാസമാണ്. മഴ എല്ലാ സ്ഥലത്തേക്കും പെയ്തിറങ്ങാനുള്ള ഒരു പ്രധാന കാരണം മഴയെ കാറ്റടിച്ചു കൊണ്ടുപോവുകയാണ്, മേഘത്തെ കാറ്റടിച്ചു കൊണ്ടുപോവുകയാണ്. മനുഷ്യന് ശുദ്ധമായ വായു ലഭിക്കാതെ അല്ലാഹുവിന്റെ വലിയൊരു നിഅമത്താണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബു റീഹ്, കാറ്റിനെ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയരുത്. അല്ലാഹുവിന്റെ നിഅമത്താണ്, അല്ലാഹുവിൻ്റെ വലിയൊരു നിഅമത്താണ്. പക്ഷേ ഈ റഹ്മത്താകുന്ന, നിഅമത്താകുന്ന ഈ കാറ്റ്, അതിൽ നിന്ന് സ്വയം ഒരു ഉപകാരം ഉപദ്രവം ഉണ്ടാവുകയില്ല. അള്ളാഹു തീരുമാനിച്ചാൽ ഉപകാരമായ നിഅമത്തായ ഇതേ കാറ്റിനെ കൊണ്ട് അള്ളാഹു തആല നാശവും ഉണ്ടാകും. ആദ്യ സമൂഹത്തിന്റെ ചരിത്രം ഖുർആൻ വിവരിക്കുന്നുണ്ട്. ആദ്യ സമൂഹത്തിന്റെ മേൽ കാറ്റ് അവർക്കൊരു മുസീബത്തായി മാറി. അവർക്ക് റഹ്മത്തായിരുന്ന, നിഅമത്തായിരുന്ന കാറ്റിനെ അവർക്ക് മുസീബത്താക്കി മാറ്റി. പരിശുദ്ധ ഖുർആൻ ആ ചരിത്രത്തെ വിവരിക്കുന്നുണ്ട്. ആയത്തിന്റെ തഫ്സീറിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, അല്ലാഹു തആല ആദ്യ സമൂഹത്തിന്റെ മേൽ, ഭൂമിയിലേക്ക് അല്ലാഹു തആല ഓരോ മഴത്തുള്ളികളെയും ഇറക്കുന്നത് ഒരു നിശ്ചിതമായ അളവിലാണ്. ഭൂമിയിലേക്ക് അല്ലാഹു തആല കാറ്റിനെ അയക്കുന്നത് ഒരു നിശ്ചിതമായ അളവിലാണ്. എല്ലാത്തിനും അല്ലാഹുവിന്റെ അളവും ഒരു നിശ്ചിതമായ നിർണയവുമുണ്ട്. അതിൽ കൂടുതൽ ഭൂമിയിലേക്ക് കാറ്റാകട്ടെ, മഴയാകട്ടെ ഒന്നും ഇറങ്ങുകയുമില്ല. അല്ലാഹു ആണ് നിശ്ചയിക്കുന്നത്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. നിശ്ചയിക്കപ്പെട്ട അളവ് മഴ, നിശ്ചയിക്കപ്പെട്ട അളവ് കാറ്റ്, ഇത് ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഭൂമിയിലേക്ക് വരുന്ന ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്നു, ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഓരോ മഴത്തുള്ളികളും മലക്കുകളുടെ കരങ്ങളിൽ അല്ലാഹു തആല എത്തിക്കുകയാണ്. ഭൂമിയിലേക്ക് വരുന്ന ഓരോ കാറ്റിനെയും അല്ലാഹു തആല മലക്കുകളുടെ കരങ്ങളിലാണ് അല്ലാഹു ഭൂമിയിലേക്ക് അയക്കുന്നത്. എന്നാൽ ഇല്ലാ യൗമ ആദിൻ വ യൗമ നൂഹിൻ, ആദ് നൂഹ് സമൂഹത്തിന് മേൽ അദാബ ഇറക്കിയ ദിവസം അല്ലാഹു തആല മലക്കുകളിൽ നിന്ന് പിൻവലിക്കുകയും അല്ലാഹു തആല കണക്കില്ലാതെ ഭൂമിയിലേക്ക് മഴ ഇറക്കുകയും വെള്ളം ഇറക്കുകയും കാറ്റിനെ നിയന്ത്രണമില്ലാതെ അല്ലാഹു തആല അയക്കുകയും ചെയ്തു. ആദ്യ സമൂഹത്തിന് കാറ്റൊരു മുസീബത്തായി മാറി. അല്ലാഹു തആല പറഞ്ഞു, ബിരീഹിൻ സർസരിൻ ആതിയ സഖറഹ അലൈഹിം സബഅ ലയാലിൻ വസമാനിയത അയ്യാം. അല്ലാഹു പറയുക, ഒരു വെള്ളിയാഴ്ച ദിവസം അവരുടെ മേൽ കാറ്റടിച്ചു വീശി 7 രാത്രികളും 8 പകലുകളും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നു, ശക്തമായ കാറ്റ്. ആദ്യ സമൂഹം ശക്തരായിരുന്നു, വലിയ ശരീരമുള്ള വലിയ സമൂഹമായിരുന്നു. അവരുടെ മേൽ കാറ്റിനെ അല്ലാഹു തആല അയച്ചു. അവരെ കൊണ്ട് ഉയർത്തി തല ഭൂമിയിലേക്ക് കുത്തി വീഴുന്ന അവസ്ഥയിൽ ശക്തമായ കാറ്റ് അവരുടെ മേൽ അടിച്ചു വീശി. തല അവരുടെ ശരീരത്തിൽ മടർന്നു മാറിപ്പോകുന്ന അവസ്ഥയിൽ ശക്തമായ കാറ്റ് അവരിൽ അടിച്ചു വീശി. കഅന്നഹും മഅജാസു നഖ്ലിൻ ഖാബിയ. അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, മറിഞ്ഞു വീണ് കിടക്കുന്ന ഈന്തപ്പന തടികളെ പോലെ ആദ്യ സമൂഹമായി മാറി. തലയില്ലാതെ
മരണപ്പെട്ട് വെറും ശവങ്ങൾ, ഈന്തപ്പന തടികളെ പോലെ. കാരണം അവർ വലിയ ശരീരമുള്ളവരായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നു, ആ ദിവസം അല്ലാഹു തആല ഒരു മോതിരത്തിന്റെ അളവ് മാത്രമാണ് ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ കാറ്റിനെ അയച്ചത്. അവന്റെ ഖജനാവിൽ നിന്നും അല്ലാഹു തആല മുസീബത്തായി അദാബായി ആ സമൂഹത്തിന്റെ മേൽ അയച്ച കാറ്റൊരു മോതിരത്തിന്റെ അളവ് മാത്രമാണ്. പക്ഷെ അതിന്റെ ശക്തി എത്ര വലുതായിരുന്നു! ആ സമൂഹത്തിന്റെ ഗ്രാമവാസികൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് ആദ്യം ആ കാറ്റടിച്ച് വീശുകയും അവരെയും അവരുടെ കന്നുകാലികളെയും ചുമന്നുകൊണ്ട് അത് പട്ടണവാസികളുടെ മുകളിലേക്ക്, ആകാശത്തിലേക്ക് ഉയർന്ന് അവരുടെ മുകളിൽ വന്നു. ആ സമൂഹം പറഞ്ഞു, ഹാദാ ആരിദുൻ മുംതിറുന, ഇതാ നമ്മുടെ മേൽ മഴ പെയ്യാൻ പോകുന്നു, ധാരാളം അനുഗ്രഹങ്ങളുമായിട്ടാണ് മഴ വന്നിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞപ്പോൾ ആ ഗ്രാമവാസികളെയും അവരുടെ മൃഗങ്ങളെയും എല്ലാം അവരുടെ മേൽ ശക്തമായ ഇതിൽ വലിച്ചെറിയുകയുണ്ടായി. കാറ്റ് അവർക്കൊരു മുസീബത്തായി മാറി, ഒരു അദാബായി മാറി. നിഅമത്താണ്, അല്ലാഹുവിന്റെ നിഅമത്താണ് കാറ്റ്. പക്ഷെ അതേ നിഅമത്തിനെ, റഹ്മത്തിനെ അല്ലാഹു മുസീബത്താക്കി മാറ്റി. കാരണം ഒരു സൃഷ്ടിയിൽ നിന്നും ഉപകാരമോ ഉപദ്രവം ഉണ്ടാവുകയില്ല. അതിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുന്നുവെങ്കിൽ, എന്തെങ്കിലും ഉപകാരം ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ സൃഷ്ടാവായ ഖാലിഖായ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. മഴ അതുപോലെ അല്ലാഹുവിന്റെ നിഅമത്താണ്, അനുഗ്രഹമാണ്. കാരണം എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനം മഴയാണ്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, മുഴുവൻ സൃഷ്ടികളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. സസ്യങ്ങളാകട്ടെ, മൃഗജന്തുക്കളാകട്ടെ, മനുഷ്യരാകട്ടെ, എല്ലാത്തിനും ജീവൻ നിലനിൽക്കണമെങ്കിൽ മഴ ആവശ്യമാണ്. മഴ ആവശ്യമാണ്, അല്ലാഹുവിന്റെ വലിയ നിഅമത്താണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മഴയെ സംബന്ധിച്ച് റഹ്മത്ത് എന്നാണ് ഉപയോഗിച്ചത്. കാരുണ്യമാണ്. ജീവജാലങ്ങളുടെ മേൽ, മനുഷ്യന്റെ മേൽ അല്ലാഹു ചെയ്യുന്ന കാരുണ്യമാണ് മഴ. മാത്രമല്ല ഹദീസിൽ വരുന്നുണ്ട്, മഴ പെയ്യുന്ന സമയം രണ്ട് സന്ദർഭത്തിൽ അടിമയുടെ ദുആ സ്വീകരിക്കപ്പെടും. മഴ പെയ്തിറങ്ങുന്ന സമയത്തുള്ള ദുആ, അതുപോലെ ബാങ്കിന്റെ സമയം, ആ സമയത്തുള്ള ദുആ സ്വീകരിക്കപ്പെടും. ചില റിവായത്തിൽ തുഫ്തഹു അബ്വാബുസ് സമാ വയസ്തജാബു ദുആ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന 4 സന്ദർഭങ്ങൾ. യുദ്ധത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി സഫിൽ നിൽക്കുന്ന സമയം, മഴ പെയ്തിറങ്ങുന്ന സമയം, ഇഖാമത്ത് കൊടുക്കുന്ന സമയം. ഹദീസിൽ വരുന്നുണ്ട് ഈ സമയത്തെല്ലാം ദുആ സ്വീകരിക്കപ്പെടും. മഴ അല്ലാഹുവിന്റെ വലിയൊരു റഹ്മത്താണ്, ഒരു നിഅമത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, മഴ പെയ്യുമ്പോൾ ഒരു മുഅ്മിൻ പറയണം, മുത്തിർനാ ബിഫദ്ലില്ലാഹി ബിറഹ്മതി, മഴ അല്ലാഹുവിന്റെ ഫദ്ലാണ്. ഹുദൈബിയ സന്ധിയുടെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ നബി തങ്ങൾ സഹാബത്തിന് പറഞ്ഞു, ഇന്നലെ രാത്രി മഴ പെയ്തു, പ്രഭാതമായപ്പോൾ കുറച്ചാളുകൾ മുഅ്മിനായി, കുറച്ചാളുകൾ കാഫിറായി. സഹാബ ചോദിച്ചു, അതെങ്ങനെയാണ് നബി? ഒരു മഴ പെയ്തപ്പോഴേക്ക് കുറച്ചാളുകൾ മുഅ്മിനാവുകയും കുറച്ചാളുകൾ ഈമാൻ നഷ്ടപ്പെട്ടവരായി പോവുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞു, ആരെല്ലാം മഴ പെയ്തപ്പോൾ മുത്തിർനാ ബിഫദ്ലില്ലാഹി ബിറഹ്മതിഹി, ഇത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, ഇത് അല്ലാഹുവിന്റെ ഫദ്ലാണെന്ന് ആരെല്ലാം പറഞ്ഞോ അവരെല്ലാം മുഅ്മിനീങ്ങളായി. എന്നാൽ ആരെല്ലാം ഇന്ന് ഈ മഴ പെയ്തത് ഇന്ന നക്ഷത്ര മുഖേന, ഇന്ന രാശി മുഖേന എന്നല്ല ആരെല്ലാം പറഞ്ഞു. കാരണം മഴ പെയ്യിപ്പിക്കുന്ന മാസങ്ങളല്ല, കർക്കിടകത്തിന്റെ മഴ അല്ലെങ്കിൽ ഇന്ന മാസത്തിന്റെ മഴ, അങ്ങനെ ഒരു മഴയില്ല. മഴ അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹു തീരുമാനിക്കും ഇറങ്ങുന്നതാണ്. ആരെല്ലാം ഇന്ന നക്ഷത്ര മുഖേന മഴ പെയ്തെന്ന് പറഞ്ഞോ അവരെല്ലാം ഈമാൻ നഷ്ടപ്പെട്ടവരായി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ മഴയെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ ഫദ്ലാണ്. എന്നാൽ നബി തങ്ങൾ ഫദ്ൽ എന്ന് പറഞ്ഞ, റഹ്മത്ത് അറിയിച്ച, നിഅമത്ത് അറിയിച്ച ഈ മഴ തന്നെ പല സമൂഹത്തിനും മുസീബത്തായി, അദാബായി, നിഖ്മത്തായി മാറിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ പോലെ. അതുകൊണ്ട് ഖുർആനിൽ മഴയെ സംബന്ധിച്ച് 2 പ്രയോഗങ്ങളാണ്. ഒന്ന് ഗൈസ്, മറ്റൊന്ന് മത്സർ. ഗൈസ് അത് അല്ലാഹുവിന്റെ റഹ്മത്തായി ഇറങ്ങിയ മഴയെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗങ്ങളാണ്. മത്സർ അത് അല്ലാഹുവിന്റെ അദാബായി ഇറങ്ങിയ മഴയെ സംബന്ധിച്ചാണ്. നൂഹ് നബിയുടെ സമൂഹത്തിന് മേൽ ഇറങ്ങിയ മഴയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് ഉപയോഗിച്ച വാക്കത് അവരുടെ മേൽ വളരെ മോശമായ നിലയിൽ അവരെ മഴ പെയ്ത് അവർക്ക് മുസീബത്തായി മാറുകയും ചെയ്തു. അതുകൊണ്ട് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്, ഒരു വസ്തുവിനും സ്വന്തമായി മനുഷ്യന്റെ മേൽ ഉപകാരം ഉപദ്രവം ചെയ്യാൻ സാധിക്കുകയില്ല.
മഴയാകട്ടെ, കാറ്റാകട്ടെ, ഏത് സൃഷ്ടിയുമാകട്ടെ, അതിനൊരു ഖാലിഖുണ്ട്, സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിൻ്റെ തീരുമാനം അനുസരിച്ചാണ് അത് ചലിക്കുന്നത്. ഭൂമിയിൽ മഴത്തുള്ളികളുടെ എണ്ണം അത് തീരുമാനിക്കുന്ന അല്ലാഹു. അവൻ നിശ്ചയിക്കുന്ന അളവ് അത് ഭൂമിയിലേക്ക് ഇറങ്ങും. ചിലപ്പോൾ കൂടുതൽ ഇറങ്ങും, ചിലപ്പോൾ ആവശ്യത്തിന് ഇറക്കും, ചിലപ്പോൾ അത് മുസീബത്തായി മാറും. അതുകൊണ്ട് മുഅ്മിനെ സംബന്ധിച്ച് മുഅ്മിൻ അവൻ അല്ലാഹുവുമായി തൻ്റെ ബന്ധത്തെ നന്നാക്കി കഴിഞ്ഞാൽ, അല്ലാഹുവുമായുള്ള ബന്ധത്തെ നന്നാക്കി കഴിഞ്ഞാൽ അല്ലാഹു തആല മുഴുവൻ അവസ്ഥകളെയും അവൻ്റെ കീഴിലാക്കും, അവനെ അനുസരിക്കുന്നതാക്കി മാറ്റും. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, എപ്പോൾ രണ്ട് ഹുക്മുകൾ, ഒന്ന് തക്വീനി അഹ്കാം, മറ്റൊന്ന് തശ്രീഇ അഹ്കാം. ഒന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള ഒരു ഘടന, അതിൻ്റെ ഒരു ഹുക്മുകൾ. രണ്ട്, അള്ളാഹു നമുക്ക് ഇറക്കിയ ശരീഅത്തിന്റെ ഹുക്മുകൾ. മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ അപ്പോൾ അള്ളാഹു ഇറക്കിയ ദീനിന്റെ ഹുക്മുകളെ അനുസരിക്കുന്നു, അപ്പോൾ അള്ളാഹു തആല ഭൂമിയുടെയും മുഴുവൻ സൃഷ്ടികളുടെയും ഘടനയെ അള്ളാഹു ശരിയാക്കും. അള്ളാഹു തആല ശരിയാക്കും. അള്ളാഹു നമ്മിലേക്ക് ഇറക്കിയ ഹുക്മുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നാം ശരിയായി അനുസരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ സൃഷ്ടികളെ മേൽ അള്ളാഹു ഇറക്കുന്ന ഹുക്മുകളെ അള്ളാഹു നന്നാക്കും. അള്ളാഹു നല്ലതാക്കി തീർക്കും, നമുക്ക് അനുകൂലമാക്കി തീർക്കും. അവകൾ നമ്മുടെ കീഴിലാക്കി തീർക്കും, നമ്മുടെ ഖാദിമാക്കി തീർക്കും. സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ കാണാം. സഹാബാക്കൾ അവർ അള്ളാഹുമായുള്ള തഅല്ലുഖിനെ, ബന്ധത്തെ നന്നാക്കിയപ്പോൾ സൃഷ്ടികൾ അവർക്ക് കീഴ്പ്പെടുന്ന വസ്തുക്കളായി മാറി. അവർ അവർക്ക് സേവനം ചെയ്യുന്ന വസ്തുക്കളാക്കി മാറ്റി. ഉബയ്യ് ഇബ്നു കഅബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രാമധ്യേ, തൻ്റെ കൂട്ടുകാരുടെ കൂടെ യാത്രാമധ്യേ ഒരു സ്ഥലത്ത്, ഒരു വനാന്തര പ്രദേശത്ത് കൂടി കടന്നു പോകുമ്പോൾ ശക്തമായ മഴ പെയ്തു. അദ്ദേഹം ദുആ ചെയ്തു, അല്ലാഹുവേ, എൻ്റെ വസ്ത്രം, എൻ്റെ സാധന സാമഗ്രികൾ ഇതെല്ലാം ഇപ്പോൾ നശിച്ചു പോകും. അതുകൊണ്ട് നിന്റെ നിയന്ത്രണത്തിലാണ്, നിന്റെ തീരുമാന പ്രകാരമാണ് ഭൂമിയിലേക്ക് മഴ പെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ സാധനങ്ങളെയും വസ്ത്രത്തെയെല്ലാം നീ സംരക്ഷിക്കണം. യാത്രാ സംഘം മദീനയിൽ മടങ്ങിയെത്തി. എല്ലാവരുടെയും വസ്ത്രങ്ങളും സാധനങ്ങളും എല്ലാം നനഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് അൻസാരി റളിയല്ലാഹു തആല വസ്ത്രത്തിൽ തുള്ളി വെള്ളമില്ല, സാധന സാമഗ്രികളൊന്നും സുരക്ഷിതമായി. ഉമർ റളിയല്ലാഹു അൻഹു, ഉബയ്യ്, ഇത് അത്ഭുതമാണല്ലോ, നിന്റെ വസ്ത്രം മാത്രം നനയാതെ, സാധനങ്ങളൊന്നും കേടുപാട് പറ്റാതെ നീ എങ്ങനെ മദീനയിലെത്തി? ബാക്കി കൂട്ടുകാരുടെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞല്ലോ. ഉബയ്യ് റളിയല്ലാഹു അൻഹു, ഞാൻ ദുആ ചെയ്തു റബ്ബിനോട്, ഈ മഴയുടെ ഉടമസ്ഥനായ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹു എനിക്ക് സംരക്ഷണം നൽകി. അല്ലാഹു തആല സൃഷ്ടികളെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. അലാ ഇബ്നു ഹദ്റമി റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഘം യാത്ര ചെയ്തൊരു നാട്ടിലെത്തി. ജുമുഅ ദിവസം അവർക്ക് കുടിക്കാൻ എല്ലാം ആവശ്യമായ വെള്ളം അവർ തീർന്നുപോയി. അവരെത്തിയ പ്രദേശമാകട്ടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. കൂട്ടുകാർ പറഞ്ഞു, വെള്ളം തീർന്നു, എന്ത് ചെയ്യും? അലാ ഇബ്നു ഹദ്റമി റളിയല്ലാഹു തആല കൈകൾ ആകാശത്തേക്ക് ഉയർത്തി തൻ്റെ കൂട്ടുകാരെ കൂട്ടി ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല, സഹാബാക്കൾ പറയുന്നു, അലാ ഇബ്നു ഹദ്റമി തൻ്റെ കൈ മുഖത്തേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹു മഴ ഇറക്കി തന്നു. തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല ഖിലാഫത്തിന്റെ കാലഘട്ടം, പർവ്വതം പൊട്ടി ലാവ പുറപ്പെടാൻ തുടങ്ങി. സഹാബാക്കൾ ഭയപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല തമീമുദ്ദാരിയെ വിളിച്ചു, തമീം, നീ പോയി ആ പർവ്വതത്തിൽ പുറപ്പെടുന്ന അതിൽ ലാവയെ നീ അതിൻ്റെ മടക്കി അയക്കണം. തമീമുദ്ദാരി റളിയല്ലാഹു വസ്ത്രം കൊണ്ട് ഒരു അനുസരിക്കുന്ന മൃഗത്തെ ആട്ടി ഓടിക്കുന്നത് പോലെ അതിൻ്റെ സ്ഥലത്തേക്ക് മടക്കി അയക്കുകയുണ്ടായി. ഇത് എന്തെങ്കിലും കഥകളല്ല, ഏതെങ്കിലും സ്വപ്നങ്ങളല്ല, ഇതൊരു ഒരു വിദ്യയല്ല, മറിച്ച് സഹാബാക്കളെ ജീവിതത്തിൽ നടന്ന യാഥാർത്ഥ്യങ്ങളാണ്. നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം, ഇതെങ്ങനെ നടക്കാൻ? സഹാബാക്കൾ അല്ലാഹുമായുള്ള ബന്ധം ശരിയായ ഊട്ടി ഉറപ്പിച്ചപ്പോൾ എത്രയെത്ര ചരിത്രത്തെ ഗ്രന്ഥങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. അവർക്ക് ലഭിച്ച അത്ഭുതകരമായ സഹായങ്ങൾ ഇന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ പോലും പറ്റാത്ത അത്ഭുതകരമായ സഹായങ്ങൾ. ഇതൊരു മാജിക്കോ ഒരു കൺകെട്ട് വിദ്യയൊന്നുമല്ല. അല്ലാഹുമായുള്ള ബന്ധം ശരിയായപ്പോൾ അവർക്ക് നൽകിയ ബഹുമാനങ്ങളാണ്. കാരണം അല്ലാഹുവിനെ സംബന്ധിച്ച് ബാക്കി മുഴുവൻ സൃഷ്ടികളാണ്.
മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. മുഅ്മിൻ ശരിയായ റബ്ബുമായ ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ചാൽ ഇതിനെല്ലാം അള്ളാഹു കീഴ്പ്പെടുത്തരും. അള്ളാഹു സംബന്ധിച്ച് പ്രയാസമില്ല. ശൈത്താൻ നമ്മൾ വഞ്ചിക്കുന്നതാണ്, അത് അവർക്കുള്ളതാണ്, അത് ആ കാലഘട്ടത്തിലാണ്, അത് സഹാബത്താണ്, അത് ഔലിയാക്കളാണ്, അത് നബിമാരാണ്. ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ സഹായം ഏതെങ്കിലും കാലഘട്ടമായിട്ടോ വ്യക്തികളായിട്ടോ സ്ഥലവുമായിട്ടോ ബന്ധപ്പെട്ടതല്ല. ഖിയാമത്ത് നാൾ വരെ മുഴുവൻ അടിമകൾക്കും അള്ളാഹു തആല സഹായിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഹാലാത്തുകൾ, അവസ്ഥകൾ മോശമാകുന്നത്, ഉപകാരം നൽകേണ്ട, റഹ്മത്താകേണ്ട, നിഅ്മത്താകേണ്ട വസ്തുക്കൾ അദാബും മുസീബത്തും നിഖ്മത്തുമായി മാറുന്നുവെങ്കിൽ അത് അലാമത്താണ്, അടയാളമാണ്. റബ്ബ് നമ്മുടെ മേൽ കോപിഷ്ഠനാണ്, അവൻ അതൃപ്തനാണ് എന്നതിന്റെ അടയാളമാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബനു ഇസ്രായേൽ ചോദിച്ചു, മൂസ അലൈഹിസ്സലാമിനോട്, നബിയെ, ഞങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾ, ഉടമസ്ഥനായ റബ്ബ് ഞങ്ങളുടെ മേൽ കോപിഷ്ഠനാണോ സംതൃപ്തനാണോ എങ്ങനെ തിരിച്ചറിയാം? അടയാളം എന്താണ്? ഞങ്ങൾ ഭൂമിയിലാണല്ലോ. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, രണ്ട് കാര്യങ്ങളുടെ അടയാളമാണ് അള്ളാഹുവിന്റെ തൃപ്തിയെ മനസ്സിലാക്കാൻ. നിങ്ങളുടെ ഭരണാധികാരികൾ നല്ലവരാണെങ്കിൽ, നിങ്ങളുടെ മേൽ നിശ്ചിതമായ സമയത്ത്, നിങ്ങളുടെ ആവശ്യ സമയത്ത് മഴ ലഭിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അനുഗ്രഹമായി മഴ ലഭിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സംതൃപ്തനാണ്. നിങ്ങളുടെ ഭരണാധികാരികൾ മോശമാകുന്നു, നിങ്ങൾക്ക് ലഭിക്കേണ്ട മഴ അതിൻ്റെ സമയത്ത് ലഭിക്കുന്നുമില്ല, അല്ലെങ്കിൽ മഴ നിങ്ങൾക്കൊരു മുസീബത്തായി മാറുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അള്ളാഹു കോപിഷ്ഠനാണ് എന്നതിൻ്റെ അടയാളവുമാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള മുന്നറിയിപ്പുകളാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുക. അതിന് ബാഹ്യമായ കാരണങ്ങളല്ല പറയുക. ഇന്ന കാരണം കൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു. മുഅ്മിൻ അങ്ങനെയില്ല. മുഅ്മിൻ എന്തെങ്കിലും ഒരു അവസ്ഥകൾ മോശമായാൽ ഇതിൻ്റെ റബ്ബിനെ ഉണർത്താൻ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ കാറ്റടിക്കുകയോ മഴ പെയ്യുകയോ ചെയ്താൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ ലാ തഖ്തുൽനി ബിഗളബിക് വലാ തുഹ്ലിക്നി ബിഅദാബിക്. അല്ലാഹു, നിന്റെ കോപം ഇറക്കി നീ എന്നെ നശിപ്പിച്ചു കളയല്ലേ. നബി തങ്ങൾ ദുആ ചെയ്യും ശക്തമായ കാറ്റടിച്ചാൽ. അങ്ങനെ നബി ചിന്തിച്ചിരുന്നത്. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല കൂഫയിലായിരിക്കുമ്പോൾ ഭൂമി കുലുക്കമുണ്ടായി. അദ്ദേഹം ജനങ്ങളെ വിളിച്ചു, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും യസ്തഅജിബുക്കും ഫഅതിബൂ. നിങ്ങൾ റബ്ബിന്റെ ഭാഗത്ത് ഉണർത്തലാണ്, അല്ലാഹുവിലേക്ക് മടങ്ങി, അല്ലാഹുവിലേക്ക് തിരിയും. ഇതൊരു ഉണർത്തലാണ്, റബ്ബിലേക്ക് തിരിയാൻ വേണ്ടി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഭൂമി കുലുക്കമുണ്ടായപ്പോൾ തന്റെ ജനങ്ങളോട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്ത പാപത്തിന്റെ അനന്തരഫലമാണ്, അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങി. മുഅ്മിൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്തിനാണ്? അല്ലാഹു ക്രൂരനായതിന്റെ പേരിലല്ല, അള്ളാഹു കരുണയില്ലാത്തവനായതിന്റെ പേരിലല്ല. പലപ്പോഴും അങ്ങനെ മനുഷ്യൻ ചിന്തിക്കാം, അള്ളാഹു ഇത്രയും ക്രൂരനാണോ, എന്തിനാ മനുഷ്യരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അല്ല, അതൊരു കാരുണ്യമാണ്. അടിമകൾക്ക് ദുനിയാവിൽ നൽകുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അള്ളാഹു ക്രൂരനായതിന്റെ പേരിലല്ല, അവന്റെ മേൽ വലിയ വലിയ അദാബുകൾ ആഖിറത്തിൽ വരാനുണ്ട്, അതൊരിക്കലും തീരാത്തതാണ്. അത് രക്ഷപ്പെടണമെങ്കിൽ ഉണരാൻ വേണ്ടി അള്ളാഹു നൽകുന്ന ഒരു മുന്നറിയിപ്പുകൾ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് ദുനിയാവിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, ചെറിയ പ്രയാസങ്ങൾ, ചെറിയ ബുദ്ധിമുട്ടുകൾ, ആഖിറത്തിന്റെ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടിന് മുന്നിൽ ഇത് ചെറുതാണ്. അവിടെ പറയാം, ചെറിയ പ്രയാസങ്ങൾ തരുന്നത് നിങ്ങൾ ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ മടങ്ങാൻ വേണ്ടിയാണ്, അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. മുഅ്മിനീങ്ങളായ നമ്മുടെ മേൽ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും വാർത്തകൾ കേട്ടാൽ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടിന്റെ, മുഅ്മിൻ ചിന്തിക്കരുത്, എനിക്ക് എന്നെ റബ്ബ് ഉണർത്തുകയാണ്, ഞാൻ റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടി അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പരീക്ഷണങ്ങളോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും വിപത്തുകൾ വന്നാൽ വേഗത്തിൽ റബ്ബിലേക്ക് മടങ്ങണം. അള്ളാഹു തആല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പല പ്രയോഗം, ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടി. വിശുദ്ധ ഖുർആനിൽ ചലിക്കാനും നടത്തത്തിനും മൂവിങ്ങിനുമെല്ലാം ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. ഫംഷു, നിങ്ങൾ നടക്കി, ഫംഷു ഫി മനാകിബിഹ, ദുനിയാവിലെ വഴി, ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി, ഫംഷു ഫി മനാകിബിഹ ഫന്തശിറു ഫിൽ അർദ്, ഫന്തശിറു ഫിൽ അർദ്, സീറു ഫിൽ അർദ്. ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന 3 വാക്കുകളാണ്. എന്നാൽ അതുപോലെ തന്നെ ഖുർആനിൽ കാണാം, സാബിഖു, സാരിഉ, ഫസ്ഉ, ഫഫിറു ഇലല്ലാഹ്. വേഗത, ആദ്യം പറഞ്ഞ 3 വാക്കുകൾ വേഗത കുറച്ച് നടക്കുന്നതിനാണ്. ഫംഷു, അതുപോലെ ഫന്തശിറു, സീറു, ഈ വാക്കുകൾ പതിയെ നടക്കുന്ന നടത്തത്തിനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ വേഗത്തിൽ ഓടുക, സ്പീഡിൽ ചലിക്കുക എന്നതിനാണ്
ഫസ്ഔ സാബിഖു സാരിഉ, അതിൽ ഏറ്റവും വേഗതയിൽ ഓടുന്ന വാക്കാണ് ഫഫിറു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആഖിറത്തിലെ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖി, വിരണ്ടോടുന്ന ദിവസം മനുഷ്യൻ അങ്ങനെ വിരണ്ടോടുക എന്ന വാക്കാണ് ഫറ. ആ വാക്കാണ് അല്ലാഹു പറഞ്ഞത് ഫഫിറു ഇലല്ലാഹ്. നിങ്ങൾ എവിടെയോ നിൽക്കുകയാണ്, അവിടുന്ന് ഓടി റബ്ബിലേക്ക്. റബ്ബിലേക്ക് ഓടിയാൽ റബ്ബ് നിങ്ങളുടെ മുഴുവൻ പ്രശ്നവും പരിഹരിക്കും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഓടാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് വേഗത്തിൽ മടങ്ങാൻ വേണ്ടി ഉണർത്തലുകളാണ് പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാല വിപത്തുകൾ. ഇതെല്ലാം അള്ളാഹുവിലേക്ക് വേഗത്തിൽ തിരിയാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ ജീവിതങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇന്ന് നമ്മുടെ നഫ്സിന്റെ, ശരീരത്തിന്റെ ഇച്ഛയെ, അതിനെ പരിഗണിച്ചുള്ള ജീവിതമാണ്. അതിൽ നിന്നും അള്ളാഹുവിന്റെ തൃപ്തിയെ ലക്ഷ്യമാക്കിയുള്ള ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലാഹുമ്മ ജഅൽ ഹിമ്മതി വഹവായ ഫീമാ തുഹിബ്ബു വതർളാ. നബി തങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ, എൻ്റെ ഇച്ഛയും എൻ്റെ ആഗ്രഹവും എൻ്റെ സ്വപ്നവും എൻ്റെ ഇഷ്ടവുമെല്ലാം നിന്റെ തൃപ്തിയാക്കി തീർക്കണമേ. നബി തങ്ങൾ ദുആ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം നഫ്സിന്റെ അടിമത്തത്തിലാണ്. അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് മാറണം. എങ്കിൽ അവസ്ഥകൾ അള്ളാഹു അനുകൂലമാക്കി തീർക്കും. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ലാ യുർജാ ലികശ്ഫി الشدائد إلا هو ولا يدعى لرفع المكائد إلا هو وما مراد العاشقين في الدارين إلا هو المخلوق كلهم ضعفاء لا قوي إلا هو والناس كلهم فقراء لا غني إلا هو
هو يونس في بطن الحوت حين ناداه قال لا إله إلا هو يوسف في قعر البئر حين ناداه قال لا إله إلا هو إبراهيم في نار الحريق حين ناداه قال لا إله إلا هو ونشهد أن لا إله إلا الله وحده لا شريك له وهو الحي لا إله إلا هو ونشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله اعلموا أن الدنيا دائرة ولذتها فانية وطاعتها باقية وحاصلها فوت وآخرها موت إخواني بدن ضعيف وسفر طويل وزاد قليل وبحر عميق والنار حريق والصراط دقيق والميزان عديل والقيامة قريب والحاكم رب جليل والمنادي جبريل ويقول الجنة وعدي ويقول النار عهدي ويقول الكعبة زواري ويقول آدم صفي الله يوم القيامة يا رب نفسي ويقول إبراهيم خليل الله يوم القيامة يا رب نفسي ويقول موسى كليم الله يوم القيامة يا رب نفسي ويقول عيسى روح الله يوم القيامة يا رب نفسي ويقول رسولنا ونبينا وهادينا وشفيعنا وسيدنا محمد صلى الله عليه وسلم يوم القيامة يا رب أمتي ويقول الجليل الجبار جل جلاله عم نواله حبيبي يا عبادي لا خوف عليكم اليوم ولا أنتم تحزنون بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم إنه تعالى جواد كريم ملك رؤوف رحيم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الرحيم المعبود وأشهد أن محمدا عبده ورسوله وأشرف مولود صلى الله على سيدنا محمد وعلى آله ما سبح لكم في سجود أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته واعلموا أن الله سبحانه وتعالى أمر
أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد الذي سبح في يده الحصى ونبع من بين أصابعه الماء اللهم ارض عن أشرف خلفائه الراشدين وأفضل أمرائه المرشدين وهو الإمام الشفيق أمير المؤمنين أبو بكر الصديق اللهم ارض عن الإمام المعظم في الأصحاب أمير المؤمنين عمر بن الخطاب اللهم ارض عن سيد الأخدان أمير المؤمنين عثمان بن عفان اللهم ارض عن مظهر العجائب أمير المؤمنين علي بن أبي طالب اللهم ارض عن عمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله
إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم.